ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വളരെ മനോഹരമായൊരു സംഭാഷണമാണ്. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു സംഭാഷണം. പക്ഷേ അതൊരു സാധാരണ സംഭാഷണമല്ല, അതൊരു ജീവിതം മാറ്റാൻ കഴിയുന്ന സംഭാഷണമാണ്. ആ രണ്ടാളുകൾ ആരാണ്? കുരിശിൽ തൂങ്ങിയിരിക്കുന്ന രണ്ട് കള്ളന്മാർ. അവരുടെ മധ്യേ ഒരാൾ നിശബ്ദമായി നിൽക്കുന്നു. അവൻ സംസാരിക്കുന്നില്ല, പക്ഷേ എല്ലാം കേൾക്കുന്നു. അവനൊരു സാക്ഷി മാത്രമല്ല, അവനൊരു ന്യായാധിപനാണ്, അവസാനം വിധി പറയുന്നവൻ. ആ സംഭാഷണം നമുക്ക് കേൾക്കാം. ഒരാൾ പറയുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. ഇത് വെറും വാക്കുകളല്ല, ഇതൊരു വേദനയിൽ നിന്നുള്ള നിലവിളിയാണ്. പക്ഷേ അതിൽ വിശ്വാസമില്ല. അതിലൊരു ചോദ്യമുണ്ട്, ഒരു വെല്ലുവിളിയുണ്ട്, ഒരു അഹങ്കാരമുണ്ട്. ജീവിതത്തിൽ നമ്മളും ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ദൈവമേ, നീ ഉണ്ടെങ്കിൽ എനിക്കെന്തിനീ വേദന? ഇത് മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. വേദന വന്നാൽ നമ്മൾ അർത്ഥം കാണാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ മറ്റേ കള്ളൻ, അവൻ അതേ വേദനയിലാണ്, അതേ കുരിശിൽ, അതേ മരണത്തിൻ്റെ മുന്നിൽ. പക്ഷേ അവൻ സംസാരിക്കുന്നത് വേറൊരു ഭാഷയിലാണ്. അവൻ ആദ്യം തൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. ഞങ്ങൾ നമ്മുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നു. ഇത് വളരെ ആഴത്തിലുള്ളൊരു മനസ്സിലാക്കലാണ്. ഇത് സെൽഫ് അവെയർനെസ് ആണ്, സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്ന ധൈര്യം. അതിനുശേഷം അവൻ യേശുവിനെ നോക്കുന്നു. ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൻ പുറത്തു കാണുന്ന വേദനയ്ക്കപ്പുറം ഒരു സത്യത്തെ കാണുന്നു. അവൻ അവസാനമായി പറയുന്നത്, നിന്റെ രാജ്യം വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. പക്ഷെ അതിലെന്താണുള്ളത്? വിനയം, വിശ്വാസം, സമർപ്പണം. ഒരു മനുഷ്യൻ തൻ്റെ അവസാന നിമിഷത്തിൽ ഒരു രാജ്യം കാണുന്നു, ഒരു പ്രത്യാശ കാണുന്നു. ഇതാണ് ആത്മീയമായ മാറ്റം. ഇനി നമുക്ക് മധ്യ നിൽക്കുന്ന ആ നിശബ്ദ സാന്നിധ്യത്തെ ശ്രദ്ധിക്കാം. അവനെല്ലാം കേട്ടു. രണ്ട് ഹൃദയങ്ങളുടെ ശബ്ദം കേട്ടു. ഒരാളുടെ ഹൃദയം അടഞ്ഞിരിക്കുന്നു, മറ്റൊരാളുടെ ഹൃദയം തുറന്നിരിക്കുന്നു. അവസാനം അവൻ വിധി പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടി സ്വർഗത്തിലുണ്ടാകും. ഇതൊരു വാക്കു മാത്രമല്ല, ഇതൊരു വിധിയാണ്. ഒരു ജീവിതത്തിൻ്റെ അവസാനവും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കവും. ഇപ്പോൾ ഈ സംഭവത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് വെറും രണ്ട് കള്ളന്മാരുടെ കഥയല്ല. ഇത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ രണ്ട് ശബ്ദങ്ങളാണ്. ഒരാൾ നമ്മളോട് പറയുന്നു, ഇത് അന്യായമാണ്, ഇത് തെറ്റാണ്. മറ്റൊരാൾ നമ്മളോട് പറയുന്നു, ഇതിൽ എന്താണ് പഠിക്കാൻ കഴിയുന്നത്? ഒരാൾ ചോദിക്കുന്നു, എന്തിന് ഞാൻ? മറ്റൊരാൾ ചോദിക്കുന്നു, ഇതിലൂടെ ഞാൻ ആരാകുന്നു? ഇതാണ് മാനസികമായ വ്യത്യാസം. ഒരു മനസ്സ് വേദനയിൽ കുടുങ്ങുന്നു, മറ്റൊരു മനസ്സ് വേദനയിൽ അർത്ഥം കണ്ടെത്തുന്നു. വേദന മാറുന്നില്ല, പക്ഷേ അതിൻ്റെ അർത്ഥം മാറുമ്പോൾ മനുഷ്യൻ മാറുന്നു. ആത്മീയമായി നോക്കുമ്പോൾ കുരിശ് ഒരു ശിക്ഷയുടെ ചിഹ്നമല്ല, അതൊരു ക്ഷണമാണ്. ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ എന്നെ വിശ്വസിക്കുമോ? ഈ വേദനയുടെ നടുവിലും നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നത് സുഖത്തിലാണ്. പക്ഷേ ദൈവത്തെ ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്നത് വേദനയിലാണ്. കാരണം വേദന നമ്മുടെ അഹങ്കാരം തകർക്കുന്നു, നമ്മുടെ മുഖംമൂടികൾ നീക്കുന്നു, നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ രണ്ട് വഴികളുടെ മുന്നിൽ നിൽക്കുന്നു. ഒന്ന് അടഞ്ഞ ഹൃദയം, മറ്റൊന്ന് തുറന്ന ഹൃദയം. ഒരു ഹൃദയം ചോദ്യം ചെയ്യുന്നു, മറ്റൊന്ന് വിശ്വസിക്കുന്നു. അവസാനം വിധി പുറത്തു നിന്നല്ല വരുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ മനോഭാവമാണ് നമ്മുടെ വിധിയായി മാറുന്നത്. അതുകൊണ്ട് കുരിശ് ഇന്നും നിശബ്ദമായി നിൽക്കുന്നു. പക്ഷേ അത് നമ്മോട് ചോദിക്കുന്നു, നീ ഏത് ശബ്ദം കേൾക്കുന്നു? പരിഹസിക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ശബ്ദമോ? കാരണം ഒരു ചെറിയ വാക്ക്, എന്നെ ഓർക്കണമേ, അതിലൊളിഞ്ഞിരിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ മാറ്റമാണ്. ഞാൻ
അഡ്വക്കേറ്റ് ജ്യോതി. ഈ ചെറിയ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നന്ദി. ശുഭദിനം.